ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമ 9-ാം തീയതി റിലീസായി നല്ല അഭിപ്രായങ്ങളോടെ തിയേറ്ററിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ 2-ാം വാരത്തിലും സിനിമ ഒരുപാട് പേര് കാണുകയും ഇഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്റെ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും, സിനിമയുടെ ഡയറക്ടറും പ്രൊഡ്യൂസറും അതിന്റെ സിനിമാറ്റോഗ്രാഫറും അത് വർക്ക് ചെയ്തിട്ടുള്ള ആക്ടേഴ്സും എല്ലാവരുടെയും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടാണ് ഞാനിപ്പോ ഒരു നന്ദി നിങ്ങളെ എല്ലാവരോടും പറയുക, നിങ്ങളെയൊക്കെ അറിയിക്കുക എന്നുള്ളതാണ് എന്റെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം. ബഹസാദ് ചോദിക്കുന്ന സുഖമല്ലേ? സുഖമാണ്. സുഖമാണോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. സുഖമാണ്. ഞാൻ ഇവിടെ ചെന്നൈയിൽ ഐഡന്റിറ്റി എന്നുള്ള സിനിമയുടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആഷിഖ് ഉസ്മാൻ, കൺഗ്രാറ്റുലേഷൻസ് ബ്രദർ. താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച് ആൻഡ് സെയിം ടു യു. ഓൾ ദ ബെസ്റ്റ് ഫോർ തുണ്ട് ഇറങ്ങി നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. ഒരു സെക്കൻഡ്, അന്വേഷിപ്പിൻ കണ്ടെത്തും മൂവി ജോയ് ഉണ്ട്. ഓക്കെ, കുറേ ജോയിന്റ് റിക്വസ്റ്റുകൾ വരുന്നുണ്ട്. ഇത് നമ്മളുടെ ടീമിന്റെ എങ്ങനെ എടുക്കണമെന്ന് ഞാൻ നോക്കട്ടെ. കുറെ നാളായി മറ്റേ ഗ്രൂപ്പായിട്ട് ലൈവൊക്കെ വന്നിട്ട്. എനിവേ, അപ്പൊ ഒരുപാട് സന്തോഷം. ഇങ്ങനെയുള്ള സിനിമകളെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഗിമ്മുകളോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മളൊരു പ്രോപ്പർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയർ തന്നെയാണ് ഈ സിനിമയിലൂടെ കാണിക്കാൻ ആഗ്രഹിച്ചിരുന്നത്. ആദ്യം ഒരു പേടിയുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള സിനിമകൾ സ്വീകരിക്കപ്പെടുന്ന കാലമാണോ ഇപ്പോൾ എന്നുള്ളത്. പക്ഷെ തിയേറ്ററിൽ വന്നപ്പോൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചു. ആദ്യ ദിനം മുതൽ തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള, ആ സിനിമയെ പറ്റിയിട്ടുള്ള നല്ല അഭിപ്രായങ്ങളും ഒക്കെ കേൾക്കാൻ സാധിച്ചു. അതിലൊരുപാട് സന്തോഷം. ഒരുപാട് ഫാമിലീസും ഈ പറഞ്ഞ പോലെ രക്തച്ചൊരിച്ചിലൊന്നും, ഞാൻ വായിച്ചതിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു ക്യാപ്ഷൻ ആയിരുന്നു. സൈക്കോ കില്ലറും രക്തച്ചൊരിച്ചിലൊന്നും ഇല്ലാതെ ഒരു എന്താ പറയാ, ഒരു ഇങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണാൻ പറ്റിയൊരു സന്തോഷമുണ്ടെന്ന്. അത് സന്തോഷം. ഇതൊന്നും മോശമാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, അത് മറ്റിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. ശ്രീജേഷ് ബ്രോ, ഫിലിം കണ്ടില്ല, നാട്ടിൽ വരുമ്പോൾ കണ്ടിട്ട് ഫിലിം റിവ്യൂ പറയട്ടോ. ഓ, താങ്ക് യു സോ മച്ച് ബ്രോ, താങ്ക് യു സോ മച്ച്. നൗഷിൽ 08 താടി നരച്ചു, ഡൈ ചെയ്യുന്നില്ലേ? ഇല്ല, നല്ല രസമില്ലേ? എന്റെ അടുത്ത ആൾക്കാരൊക്കെ പറയുന്നത് അടിപൊളിയാണെന്നാണ്. അതുകൊണ്ടാണ് അങ്ങനെ കീപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ എന്റെ ഈ സിനിമയിലെ ക്യാരക്ടറിൽ ഞാൻ ഇങ്ങനെയാണ് ലുക്ക് പിടിച്ചേക്കുന്നത്. പിന്നെ എല്ലാ ദിവസവും നരയൊക്കെ ചെയ്യാൻ മടിയാണ്. നേരം പടത്തില് നരയില്ലാത്ത ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് നരയില്ലാതെ അഭിനയിച്ചാൽ പറയാം. വിനോദ്, കൺഗ്രാറ്റ്സ്, ഹാവ് എ ബ്ലാസ്റ്റ് ടീം. അന്വേഷിപ്പിൻ കണ്ടെത്തും. താങ്ക് യു വിനോദ്, താങ്ക് യു സോ മച്ച്. സഞ്ജയ് ഹരിദാസ്, ഹേ ബഡി. വി മാത്യൂസ്, സൂപ്പർ ഫിലിം ടോവിനോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് മാത്യൂസ്. ബാദ്ഷാ അഹമ്മദ്, ARM റിലീസ് എന്നാണെന്ന് ചോദിക്കണത്. ഈ വർഷം ലാസ്റ്റ് ക്വാർട്ടറിലായിട്ട് ഉണ്ടാവും എന്നാണ് സാധ്യത, അതിനാണ് സാധ്യത. തലപ്പത്തി മിഥുൽ, ഇച്ചായ ഒരു മൈൻഡ്. ഓക്കെ, മൈൻഡ്. ഫെബി സാനു, സൗണ്ട് മാറിയല്ലോ. പിന്നെ ഇല്ല, സൗണ്ട് മാറിയില്ലല്ലോ, എന്താണോ? അങ്ങനെ ഒരുപാട് പേര് സ്നേഹാന്വേഷണങ്ങളും സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഇതിന്റെ താഴത്ത് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ആരോഗ്യവും എല്ലാം നന്നായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ശ്യാം ബിമൽ, ഡു യു റിമെമ്പർ വി ആക്ടിങ് എന്ന് നിന്റെ മിതിൻ അപ്പു? എനിക്ക് പ്രൊഫൈൽ പിക്ചർ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അത് സൂം ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് ഓർമ്മയുണ്ടാവും നമ്മൾ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെന്നെങ്കിൽ. മനു അശോകൻ ഒഫീഷ്യൽ ജോയിൻ. ഹലോ ബ്രോ. അച്ചു URZ, ഒരു ഹായ് തരൂ ടോനോ ചേട്ടാ, ഒരു ഹായ്. ഹായ്. ഒരു കഥയുണ്ട്, സിനിമ ആക്കാൻ പറ്റുമോ എന്നാണ് സഞ്ജിത് ചോദിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റുമല്ലോ. നമ്മള് കഥകളാണല്ലോ സിനിമകൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പൊ കുറച്ചെണ്ണം കമ്മിറ്റഡ് ഒക്കെയാണ്. അത് നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് അല്ലാത്ത പ്രൊജക്ടുകൾ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഹായ് തരുമോ എന്നാണ് ചോദിക്കുന്നത്.
ഹൈ തന്നിരിക്കുന്നു, എല്ലാവർക്കും ഓരോ ഹൈ തന്നിരിക്കുന്നു. മിസ്റ്റർ തോമസ് ഷെൽബി, തോമസ് ഷെൽബിക്ക് അനുസരിച്ചിട്ടുള്ളൂ സാർ ഫ്രം EC ഡിപ്പാർട്ട്മെന്റ്. അതെ 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 അതെ. തല്ലുമാല ട്യൂബിൽ ഒരു റോൾ തരുമോ? എനിക്കെന്താ ഇതിൽ ഞാനല്ല അതില് ഡിസിഷൻ മേക്കർ. അതിന്റെ പ്രൊഡ്യൂസറിനോടും ഡയറക്ടറിനോടും റൈറ്ററിനോടൊക്കെ പറയൂ. മനു അശോകൻ ഒഫീഷ്യൽ ബ്രോ, വിളിക്കാൻ പറ്റിയില്ല, വാച്ച്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു. ഷെറീജ് ബഷീർ, ഹൗ ആർ യു ഷെറീജ്? ഹലോ ഷെറീജ്, ഗുഡ്. ഞങ്ങൾ ഒരു മെച്ച ബഷീറിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ് ഷെറീജ്. വൈബ് ആക്കും മോനെ. ഓക്കെ ടൂവി ബ്രോ, ഞാനൊരു വെബ് സീരീസ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. വിഷ്മിയിലൊക്കെ ഉറപ്പായിട്ടും ഓൾ ദി ബെസ്റ്റ്, അടിപൊളിയാവട്ടെ. വീണ്ടും കുറെ ഹായികളും കുറെ സുഖമാണോ എന്നുള്ള ചോദ്യങ്ങളും. തീർച്ചയായിട്ടും വളരെ സന്തോഷം. സുഖമാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുമ്പോൾ തിരക്കേട്ടില്ലാതെ പോകുന്നു, ആരോഗ്യം തിരക്കേട്ടില്ലാതെ പോകുന്നു, വളരെ ഹാപ്പി ആയിട്ട് പോകുന്നു. ഇനി പുതിയ സിനിമയുടെ ഷൂട്ടിലാണ്, ഇറങ്ങാൻ 2-3 സിനിമകളും കൂടെ ഉണ്ട്. അതിന്റെ ഒരു ഹാപ്പിനെസ്സിലൊക്കെയാണ്. വിഷ്ണു വിനോദ് 3388, ചേട്ടാ ലവ് യു ടു വിഷ്ണു. ഹസ്ന ബിൻസി ചോദിച്ചിരിക്കുന്നു, ഫാമിലിക്ക് സുഖമല്ലേ ബ്രോ? സുഖമാണല്ലോ, നല്ല സുഖമാണ്. അവർ സുഖമായിട്ടിരിക്കുന്നു. അവർ പക്ഷെ വീട്ടിലാണെന്നേ ഉള്ളൂ, ഞാൻ ഷൂട്ടിലും. ഉള്ളല്ലോ, അവർ വീട്ടിൽ, ഞാൻ ഷൂട്ടിൽ, അങ്ങനെ. അപ്പോൾ ബേസിക്കലി ഇത്രേ ഉള്ളൂ. നമ്മൾ പരമാവധി ക്വാളിറ്റിയാണ് ഞങ്ങൾ റിലീസിന്റെ മുമ്പ് ഞങ്ങൾ ഓഫർ ചെയ്തിരുന്നൊരു കാര്യം. പരമാവധി ക്വാളിറ്റിയിൽ നല്ലൊരു സിനിമ, ഒരുപക്ഷെ കാലങ്ങൾക്ക് ശേഷം സംസാരിക്കപ്പെടാൻ പറ്റുന്ന ഒരു സിനിമ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് തയ്യാറാക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നതും. അതിനുവേണ്ടി തന്നെയാണ് ശ്രമിച്ചതും. ആ സിനിമ ഞങ്ങൾ ഡെലിവറി ചെയ്ത ക്വാളിറ്റി, ഞങ്ങൾ ഡെലിവറി ചെയ്ത പ്രോഡക്റ്റിന് ക്വാളിറ്റി ഉണ്ടായിരുന്നു എന്ന് നിങ്ങളുടെ ഫീഡ്ബാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നു. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇനിയും അതുപോലുള്ള സിനിമകൾ ചെയ്യാനുള്ള ഊർജ്ജമാണ്. താങ്ക് യു സോ മച്ച്. അതോടൊപ്പം ഈ മാസം നല്ല കലക്കനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ സിനിമകൾ റിലീസാവുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും റിലീസായതിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്രേമലു റിലീസായിരുന്നു, കലക്കനായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. ബ്രഹ്മയോഗം എന്ന് പറയുന്ന സിനിമ കഴിഞ്ഞ ദിവസം ഇറങ്ങി, അതും വളരെ നല്ല അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം തുണ്ട് നല്ല അഭിപ്രായത്തോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി മഞ്ജുമൽ ബോയ്സ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ മുമ്പ് വരെ മലയാളത്തിൽ നല്ല സിനിമകൾ വരുന്നില്ല എന്ന് പരാതി പറഞ്ഞവർക്കൊക്കെ സമാധാനമായി കാണും. നല്ല സിനിമകൾ വരുന്നുണ്ട്, അതെല്ലാം സ്വീകരിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് വളരെ അടിപൊളിയൊരു കാര്യമാണ്. നല്ല സിനിമകൾ ഒരുമിച്ച് വരികയും ഇത് തന്നെ ഇങ്ങനെ തുടർന്ന് മലയാളം ഇൻഡസ്ട്രിയിൽ ഇനിയും വളരട്ടെ എന്ന് ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നു. എല്ലാം നല്ല. Enjoying our content, please subscribe and the notification bell to never miss our latest videos. Thanks for watching Social Live.